എഫേസ്യർക്ക് എഴുതുന്ന ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം മുതൽ താഴത്തോട്ടുള്ള ഭാഗങ്ങൾ. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴപ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചു. മതി. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. കർത്താവ് തൻ്റെ സഭയിൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നിങ്ങനെ 5 നിലയിലുള്ള ശുശ്രൂഷകൾ എന്ത് ചെയ്തിരിക്കുന്നു? കർത്താവ് നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും യഥാസ്ഥാനവും നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ച് പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണമായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളോ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിലുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. അപ്പോൾ ഇതൊക്കെ ഓരോ വാക്കുകളും വളരെ വിവരിക്കേണ്ടതായിട്ടുള്ള വാക്കുകളാണ്, നമുക്കറിയാം. അതെല്ലാം വിവരിച്ചു പോകാനായിട്ട് സമയമില്ല. ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച അതിന് മുന്നത്തെ ആഴ്ച ഞാൻ പറയാനിടയായി തീർന്നു. പുതിയ സൃഷ്ടിയുടെ അനുഭവം കർത്താവ് എന്ത് ചെയ്ത് കഴിഞ്ഞു? അകത്ത് പകർന്നു കഴിഞ്ഞു. ആത്മാവിൽ നമ്മളെ എന്ത് ചെയ്ത് കഴിഞ്ഞു? ഐക്യപ്പെടുത്തി കഴിഞ്ഞു. ആത്മാവിൽ ഈ സ്നേഹവും ദൈവകൃപയും പകർന്നു കഴിഞ്ഞു. ഈ ആത്മാവിൽ പകരപ്പെട്ട ഈ പുതിയ സൃഷ്ടിയുടെ അനുഭവം എന്ത് ചെയ്യണം? അത് നമ്മുടെ ജീവിതത്തിലൂടെ പുറത്തോട്ട് വരണം. ജീവിതത്തിലൂടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ ആറ്റിറ്റ്യൂഡിലൂടെ. ഈ പഴയ സൃഷ്ടിയുടെ അനുഭവമല്ല, പുതിയ സൃഷ്ടിയുടെ അനുഭവം എന്ത് ചെയ്യണം? പുറത്തോട്ട് വരണം. പുറത്തോട്ട് വരുന്നില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും വിശ്വാസികളാ ദൈവമക്കളാണെന്നൊന്നും പറഞ്ഞതുകൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല. ഇന്ന് നമ്മൾ കാണുന്ന പാത്തറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. ചില ആൾക്കാരുടെ ഉള്ളിലിരിക്കുന്ന ഈ പുതിയ സൃഷ്ടിയുടെ അനുഭവം പുറത്തോട്ട് വരും. എപ്പം മാത്രം? ഞായറാഴ്ച മാത്രം. ഞായറാഴ്ച രാവിലെ ഒരു 10 മണി മുതൽ 1 മണി വരെ ഈ സൃഷ്ടി എന്ത് ചെയ്യും? ആമ തോടിൻ്റെ ഉള്ളിൽ നിന്ന് തല പുറത്തോട്ടിടുന്ന പോലെ ഈ പുതിയ സൃഷ്ടിയുടെ അനുഭവം പുറത്തോട്ട് വരും. അത് കഴിയുന്ന പറഞ്ഞാൽ ആമ തല വരിക്കും. പിന്നെ ഏത് സൃഷ്ടിയാണ് പുറത്തോട്ട് വരുന്നത്? ആ പഴയ വ്യക്തിത്വം പുറത്തോട്ട് വരും. അത് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം പല വിവിധ ശുശ്രൂഷകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഇതൊക്കെ കർത്താവ് വെച്ചേക്കുന്നത് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയും നാം എല്ലാവരും സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുന്നതിനും വേണ്ടിയാണ് കർത്താവ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് എന്ന് നാം കാണാനിടയായി തീർന്നു. നമുക്കറിയാം, ഈ പാസ്റ്ററുടെ ശുശ്രൂഷ ദൈവം വെച്ചേക്കുന്നതെന്ന് പറയുന്നത്, കഴിഞ്ഞ ആഴ്ച അപ്പോസ്തലന്മാരെ കുറിച്ചൊക്കെ നമ്മൾ അല്പമായിട്ട് ചിന്തിച്ചു. നമ്മളിന്ന് കാണുന്ന ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് പാസ്റ്ററുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. പാസ്റ്ററുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത്ര അപ്രധാനമാണെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയത്തില്ല. കാരണം ഒരു സഭയിൽ കടന്നു വരുമ്പം അവിടെ ഒരു പിതാവിൻ്റെ റോളാണ് സത്യത്തിൽ ഒരു പാസ്റ്റർക്കുള്ളത്. പിതാവെന്ന് പറയുന്നത്, നമുക്ക് പിതാവെന്നുള്ള പേരില്ലാതെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത്, ആത്മാക്കളുടെ പിതാവായിട്ടുള്ള ദൈവം ഒരാളെ നിങ്ങൾക്കുള്ളൂ. ആ ആത്മാവിൻ്റെ പിതാവെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. ഒരു സഭയിൽ കടന്നു വരുമ്പം അവിടെയുള്ള വ്യക്തികളുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള പല കാര്യങ്ങളിലും ദൈവം ആ സഭയിലായിരിക്കുന്ന ദൈവഭക്തന് അതിനെക്കുറിച്ചുള്ള ആലോചനകൾ കൊടുക്കും. അല്ലെങ്കിൽ ദൈവം പാസ്റ്ററാക്കി വെച്ചിരിക്കുന്ന ആ വ്യക്തിക്ക് ആലോചന പാസ്റ്റർക്ക് തന്നെ കൊടുക്കുമെന്നൊന്നും അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. സാധാരണഗതിയിൽ എൻ്റെ ഇത്ര വർഷത്തെ എൻ്റെ അനുഭവത്തിനുള്ള ബന്ധത്തിൽ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. കൂട്ടായ്മയിൽ ഇപ്പം ഞാനിപ്പോൾ ഇന്ന് ചിന്തിക്കുമ്പോൾ എന്നെയും എൻ്റെ മക്കളെയും കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് പലപ്പോഴും ട്രെൻഡ് വരുന്നത്. എന്നാൽ ഒരു സഭയുടെ പാസ്റ്ററായിട്ടിരിക്കുമ്പം എനിക്ക് എൻ്റെ മക്കളെയും കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ. അവിടെ കടന്നു വരുന്ന ഓരോ വ്യക്തികളെക്കുറിച്ചും അവരുടെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കേണ്ടതായിട്ട്, പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും. അപ്പം ദൈവം പലപ്പോഴും അതിനെക്കുറിച്ചുള്ള ചില ആലോചനകളും ആരുടെ കയ്യിൽ കൊടുക്കും? ഉപദേശിയുടെ കയ്യിൽ കൊടുക്കും.
അതൊരു സത്യമാണ്. ഞാൻ എന്താണ് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. പല ഭൗതിക വിഷയങ്ങളുള്ള ബന്ധത്തിലും പല ആലോചനകളും പലരോടും പറയാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ആലോചന എന്ന് പറഞ്ഞാൽ പ്രവചനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ സിറ്റുവേഷനിൽ ആവശ്യമായിട്ടുള്ള പ്രായോഗികമായ നിർദ്ദേശം എന്താണെന്ന് കർത്താവ് കാണിച്ചു തരികയും അത് അവരോട് പോയി പറയാനും ഇടയായി തീർന്നിട്ടുണ്ട്. അത് അവർക്കൊക്കെ അനുഗ്രഹമായി തീരാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഈ 5 ശുശ്രൂഷകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അപ്പോസ്തലന്റെ ശുശ്രൂഷയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ, അല്ലെങ്കിൽ വലിയ ശുശ്രൂഷ എന്ന് വേണമെങ്കിൽ നമുക്കൊരു നിലയിൽ പറയാം. അത് അങ്ങനെ പറയുന്നതിന് അർത്ഥമില്ലെന്നാൽ തന്നെ പറയാം. എന്നാൽ എല്ലാ ശുശ്രൂഷകളെയും ഒരുക്കി കൊണ്ടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പാസ്റ്ററുടെ കയ്യിലായിരിക്കും. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സഭ എന്ന് പറയുന്നത് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം വെച്ചേക്കുന്ന ഒരു സംവിധാനമാണ്. ഞാൻ പലപ്പോഴും അതിന് ഇൻക്യുബേറ്ററിനോട് അതിനെ ഉപയോഗിക്കാറുണ്ട്. കാരണം അത് ചിന്തിക്കാറുണ്ട്. കാരണം ഈ പ്രിമച്വറായിട്ടുള്ള കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയ ഭക്ഷണവും അതിനുള്ള ചൂടും അമ്മയുടെ ഉദരത്തിൽ ആ കുഞ്ഞ് എങ്ങനെ സേഫായിട്ടിരിക്കുന്നോ അതുപോലൊരു ആർട്ടിഫിഷ്യൽ സംവിധാനമാണ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. 6 മാസം 7 മാസം ഒക്കെ ആയിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ എവിടെ കൊണ്ടുവെക്കും? ഇൻക്യുബേറ്ററിൽ കൊണ്ടുപോയിട്ട് വെക്കും. എന്ന് പറയുന്നത് പോലെ വളരെ പ്രിമച്വറായിട്ട് ജനിക്കുന്ന, അല്ലെങ്കിൽ വളരെ ഇൻഫൻസായിട്ട് ജനിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ, വളരെ ശൈശവാവസ്ഥയിലുള്ള ആത്മീയ കുഞ്ഞുങ്ങളെ, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കെയറും പരിപോഷണവും അവർക്ക് വേണ്ടതായിട്ടുള്ള ആത്മീയമായിട്ടുള്ള എല്ലാ ശ്രദ്ധയും കൊടുത്ത് ആ കുഞ്ഞുങ്ങളെ ആത്മീയമായിട്ട് വളർത്തിക്കൊണ്ട് വരേണ്ട ഒരു സാഹചര്യം എവിടെ ഉണ്ടാവണം? സഭയിൽ വരണം. സഭയിൽ ജസ്റ്റ് വരിക എന്ന് പറയുന്നത് കൈയടിച്ച് കുറേ പാടി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ നോക്കി ആ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നതിൻ്റെ കുറ്റവും കുറവും ഒക്കെ കുറച്ച് ആലോചിച്ച് അതിനേക്കാളൊക്കെ ശ്രേഷ്ഠം ഞാനാണല്ലോ എന്ന് വിചാരിച്ച് ആ ഉപദേശിയുടെ പ്രസംഗം പകുതി കേട്ട് പകുതി കേട്ടില്ല എന്നാക്കി നേരെ എഴുന്നേറ്റ് പോകാനുള്ളൊരു പരിപാടിയല്ല ഇത്. ഈ ദൈവസഭ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനമാണ്. അവിടെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ നടക്കേണ്ടത് നമുക്കറിയാമല്ലോ, ഒരു പുരുഷനും സ്ത്രീയും കൂടെ അവർ വിവാഹം കഴിച്ച് മുന്നോട്ട് പോകുമ്പം അവരുടെ സ്വപ്നത്തിലുള്ള ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിലുള്ള ആ സ്നേഹത്തിൻ്റെ നടുവിലാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ വെറുതെ ആണോ? അവർക്കൊരു ഭവനമുണ്ട്, ആ ഭവനത്തിൽ ആ കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനവും അവർ 2 പേരും കൂടെ ചേർന്ന് എവിടെ ഒരുക്കുന്നു? ആ ഭവനത്തിൽ ഒരുക്കുന്നു. എന്ന് പറഞ്ഞതുപോലെയാണ് സഭയെന്ന് പറയുന്നത്. ഇവിടെ ആത്മീയ ജനനങ്ങൾ നടക്കണം. നമുക്കറിയാമല്ലോ, ഇന്ന് പല വർഷങ്ങളായിട്ട് ആരാധിക്കുന്ന സഭകളിലും നടക്കാത്ത ഒരു കാര്യമാണ് എന്ത്? ഒരു വ്യക്തി പുതുതായിട്ട് ജനിച്ചിട്ടുള്ളത് അവർക്ക് തന്നെ അറിയത്തില്ല. അവിടെ തന്നെ ഉള്ള യുവതലമുറകൾ പലരും ക്രിസ്തുവിനെ അറിയാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നില്ല. കാരണം ആത്മീയ ജനനം നടക്കാൻ തക്കവണ്ണമുള്ളൊരു സാഹചര്യമല്ല അവിടെ ഉള്ളത്. പലപ്പോഴും ഈ ഏലീശ പറഞ്ഞതുപോലുള്ള ഒരു അവസ്ഥയാണ്. പട്ടണത്തിൻ്റെ ഉയരവും അതിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് വളരെ മനോഹരമാണെന്ന് ഏലീശ കണ്ടു. എന്നാൽ അവിടെയുള്ള നിവാസികൾ പറയുന്നത് എങ്ങനെ? ഇവിടുത്തെ വെള്ളം അത് ഗർഭം എന്ത് ചെയ്യത്തില്ല, നിൽക്കുന്ന, അല്ലെങ്കിൽ ഗർഭനാശകവുമാകുന്നു എന്നാണ് പറയുന്നത് വെള്ളത്തെക്കുറിച്ച്. അപ്പോൾ എന്ത് പറഞ്ഞു? ഇതിൻ്റെ സോഴ്സിൽ കൊണ്ടുപോയിട്ട് എന്തിടണം? ഇച്ചിരി ഉപ്പിടാനായിട്ട് പറഞ്ഞു. പലപ്പോഴും പല സഭകളെക്കുറിച്ചും ആലോചിച്ച് നോക്കുമ്പോൾ നമുക്കിത് സത്യമാണെന്ന് തോന്നും. കാരണം അവിടുത്തെ വെള്ളം എന്തല്ല, ശരിയായിട്ടുള്ള നല്ല വെള്ളമല്ല, ഗർഭനാശകമായിട്ടുള്ള വെള്ളമാണ്. അവിടെ ആരും വീണ്ടും ജനിക്കുകയില്ല. വീണ്ടും ജനനാനുഭവത്തിലേക്ക് വരിക. അവിടെ നടക്കുന്ന പൊളിറ്റിക്സും കണക്കും കാര്യങ്ങളും കൺവെൻഷനും പരിപാടിയും സെൻട്രൽ കൺവെൻഷനും ഒക്കെ നടക്കും. എന്നാൽ ഒന്നു മാത്രം നടക്കത്തില്ല. ആണ്ടിൽ ഒരു വ്യക്തി പോലും യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെടാത്ത പല സഭകളുണ്ട്. കാരണം അവിടുത്തെ വെള്ളം ശരിയല്ല. നമുക്കറിയാമല്ലോ വെള്ളം ഉദ്ദേശിക്കുന്നത് എന്തിനെയാണെന്ന്. നമുക്ക് പറയാൻ കഴിയും. കാരണം നിങ്ങളുടെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയതും ആയിരിക്കട്ടെ. എവിടെയാണ് കൊണ്ട് ഉപ്പിടേണ്ടിയത്? അതിൻ്റെ പുറപ്പെടുന്ന സ്ഥാനത്ത്. അവിടെ പറയുന്ന പറച്ചിലുകളും അവിടെ പറയുന്ന പ്രസംഗങ്ങളും അവിടെ ഉള്ള ഡീലിങ്സ് ഒന്നും എന്തല്ല, ആരെങ്കിലും രക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെയും കൂടെ നശിപ്പിക്കുന്ന പരിപാടിയാണ് അവിടെ നിന്ന് വരുന്നത്. അപ്പം ഈ ഉറവയിൽ കൊണ്ട് എന്തിടണം? ഉപ്പ് കൊണ്ടുവരണം എന്നുള്ള എന്ന് പറഞ്ഞതുപോലെയാണ് ഉള്ളത്. അപ്പം ഒരു സഭയിൽ നമ്മൾ നോക്കുമ്പം അവിടെ പല നിലയിലുള്ള വ്യക്തികളുണ്ട്. അവിടെ അപ്പോസ്തലന്മാരായിട്ട് ഒരുപക്ഷെ വിളിക്കപ്പെട്ട വ്യക്തികൾ, ഭാവിയിൽ ദൈവം അങ്ങനെ ഉപയോഗിക്കുന്ന വ്യക്തികൾ കാണാം. ദൈവം പ്രവാചകന്മാരായിട്ട് വിളിച്ചിട്ട് എന്നാൽ ആ വളർച്ചയിലേക്ക് കടന്നു വരേണ്ട വ്യക്തികൾ കാണാം. ദൈവം ഈ പാസ്റ്റർമാരായിട്ട് ഇവാഞ്ചലിസ്റ്റുമാരായിട്ടോ വിളിച്ചിട്ട് അങ്ങനെ ഭാവിയിൽ ആ ആത്മീയ വളർച്ചയിലേക്ക് വരേണ്ട വ്യക്തികൾ അവിടെ കാണാം. ഇതൊക്കെ തിരിച്ചറിയേണ്ടതാരാ?
ഒരാൾ സഭയിൽ കടന്നു വരുമ്പം ഈ വ്യക്തി ഇന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ആളാണ്, അവനെ ആ നിലവാരത്തിലേക്ക് വളർത്തിക്കൊണ്ട് വരണം എന്നുള്ള കാഴ്ചപ്പാട് ആർക്കാ ദൈവം കൊടുക്കുന്നത്? അവിടുത്തെ പാസ്റ്റർക്കാണ് കൊടുക്കുന്നത്, ഇടയനാ കൊടുക്കുന്നത്. ഇടയൻ്റെ റോളാണ് ഏത്? അവനെ ആ അനുഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ വേറൊരു നിലയിൽ പറഞ്ഞാൽ ഇപ്പം ഇടയൻ മാത്രം അവനോട് വചനം പറഞ്ഞു കൊടുക്കണമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഇടയൻ അത് തിരിച്ചറിയേണ്ടതും അവനെ ദൈവം വിളിച്ചിരിക്കുന്ന ആത്മീയ നിലവാരത്തിലേക്ക് വളരാൻ തക്കവണ്ണം വേണ്ട ആത്മീയ പരിപോഷണങ്ങൾ അവന് കൊടുക്കാൻ തക്കവണ്ണം കാര്യങ്ങളെ സജ്ജമാക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ? നമുക്കൊക്കെ സ്പോർട്സ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും സ്പോർട്സിൻ്റെ ഇതിലൂടെ ചിന്തിക്കാറുണ്ട്. ഈ പാസ്റ്ററുടെ റോൾ എന്തുവാണ്? ഒരു ഫുട്ബോൾ ടീമാണെന്ന് നമ്മൾ സങ്കല്പിക്കുക. ഗോളിയുണ്ട്, ഫോർവേഡുകളുണ്ട്, നമ്മുടെ ഈ നാട്ടിലെ പറഞ്ഞ കയറി കളിക്കുന്ന ആൾക്കാർ. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയാലോ, കയറി കളിക്കുക എന്നാണ് പറയുന്നത്, ഫോർവേഡ് എന്ന് പറയുന്നതിന്. കയറി ഗോളടിക്കുന്നവരില്ലേ, അവർ രണ്ട് പേര് കാണും, ഒരു ഫോർവേഡുകളെന്ന് പറയും. അതുപോലെ ബാക്കുണ്ട്, സെൻട്രൽ ബാക്കുണ്ട്, ഇങ്ങനെ പല എനിക്കിപ്പോഴത്തെ പുതിയ പേരുകൾ അറിയുന്നത്. ഞാൻ പണ്ട് കാലത്ത് ഫുട്ബോൾ കളിച്ച കാലത്തെ പേരായി പറയുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷനാണ് ഈ ബാക്ക് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ആ സെൻറ്ററിൽ നിന്ന് കുറച്ച് ബാക്കിലോട്ട് അവർ നിൽക്കും. ആ വ്യക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. മിക്കവാറും നമുക്കറിയാം ബ്രസീൽ ടീമൊക്കെ കളിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ദൂങ്ക എന്ന് പറഞ്ഞാൽ ദൂങ്ക കയറി ഗോളടിച്ചിട്ടില്ല, എന്നാൽ ദൂങ്കയായിരുന്നു എല്ലാ. കാരണം അവിടെ നിന്നുകൊണ്ടാണ് ഈ വ്യക്തി തീരുമാനിക്കുന്നത് ആരുടെ കാലയിലോട്ട് ഈ ബോൾ പോകണം, ആര് എയിലേക്കൂടെ പോകണം, എങ്ങനെ കയറി ഈ ബോൾ അവിടെ എത്തണം, ഗോളടിക്കാൻ നിൽക്കുന്നവൻ്റെ കാലയിൽ ഈ ഗോൾ എങ്ങനെ എത്തണം എന്ന് ഇദ്ദേഹം ആ പ്ലേ മേക്കർ അവിടെ നിന്നുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ തലയിലാണ് ഈ പ്ലാനുകളൊക്കെ എന്ത് ചെയ്യുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം. അദ്ദേഹം അങ്ങനെ കയറി ഗോളൊന്നും അടിക്കുകയല്ല. അദ്ദേഹം ഗോളടിച്ചില്ല എന്ന് പറഞ്ഞാൽ ആരും കുറ്റം പറയില്ല. കാരണം ഈ മൊത്തം ടീമിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാ എന്ന് പറഞ്ഞ പോലെ ഒരു പൊസിഷനാണ് സഭയിലെ പാസ്റ്റർക്കുള്ളത്. പാസ്റ്റർ കയറി ഗോളടിക്കണം എന്നൊന്നും നിർബന്ധമില്ല. എന്നാൽ ഗോളടിക്കാൻ നിൽക്കുന്നവൻ്റെ കാലയിലോട്ട് എന്ത് ചെയ്യണം? ആത്മാക്കളെ നേടാൻ നിൽക്കുന്നവന് അവൻ്റെ ശുശ്രൂഷയ്ക്ക് അനുസാരമായിട്ടുള്ള ആ ഉദവി ലഭിക്കത്തക്കവണ്ണമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ട സപ്പോർട്ടും പ്രാർത്ഥനയും കാര്യങ്ങളും ലഭിക്കണം. ഇനിയിപ്പോൾ ഉപദേഷ്ടാക്കന്മാർ വേറെ ഉണ്ടെങ്കിൽ അവനത് ലഭിക്കണം. അപ്പോസ്തലനുണ്ടെങ്കിൽ അവൻ ആത്മീയ പരിപോഷണം ലഭിക്കണം. അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ അതിനു വേണ്ട കാഴ്ചപ്പാടിൽ വേണ്ട വചനവും പ്രാർത്ഥനയും കൂട്ടായ്മയും അവന് ലഭിക്കണം. ശുശ്രൂഷിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കണം. കേട്ടുകൊണ്ട് മാത്രമല്ലല്ലോ പഠിക്കുന്നത്, പിന്നെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ശുശ്രൂഷിക്കാനുള്ള അവസരം കൂടെ കിട്ടുമ്പോഴാണ് ഈ ശുശ്രൂഷകന്മാരൊക്കെ പയറ്റി തെളിയുന്നത്. അപ്പം അവൻ അതൊന്നും ശരിയായിട്ടില്ല. ഒത്തിരി പേരെ എനിക്കറിയാം. കാരണം ഞായറാഴ്ച കൊണ്ടുവന്ന് പാ വിരിച്ചിടും, ഉപദേശിയുടെ പാ സെപ്പറേറ്റ് ഇടും, വിശ്വാസികളുടെ പാ ഇതിനോടൊന്നും സ്പർശിക്കാതെ കുറച്ച് ദൂരത്തോട്ടിടും. കാരണം ശുശ്രൂഷകൻ വേറെ, ഉപദേശി വേറെ. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്നുള്ളതിനെപ്പറ്റി എനിക്ക് സംശയമുണ്ട്. കാരണം വിവിധ ശുശ്രൂഷകൾ ആ സഭയിലുണ്ടെങ്കിൽ ആ സഭയിലെ വിവിധ ശുശ്രൂഷകളെ വേണ്ടുവണ്ണം അറേഞ്ച് ചെയ്ത് മൊത്തത്തിൽ ആ സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി അത് ആക്കി തീർക്കുക എന്നുള്ള ഉത്തരവാദിത്വം ആരുടെ കയ്യിലിരിക്കുന്നത്? പാസ്റ്ററുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ചില്ലറ ആളൊന്നുമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് പാസ്റ്റർക്കുള്ളത്. ഇന്ന് പലപ്പോഴും ഇങ്ങനെ വിളിക്കപ്പെട്ട പലർക്കും അവസരങ്ങൾ കിട്ടുന്നില്ല, അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. മാത്രമല്ല പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് ആയിരിക്കുമല്ലോ, ചിലപ്പോൾ സഭയിൽ എഴുന്നേറ്റ് നിന്ന് ചില കാര്യങ്ങളൊക്കെ ചിലർ പറയുന്നതൊന്നും പെർഫെക്റ്റ് അല്ല. പെർഫെക്ഷൻ അല്ല നമ്മുടെ കാര്യം. അവൻ ചില പിഴവുകളോ കുറവുകളോ ഒക്കെ വരുത്താം. അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് കറക്റ്റ് ചെയ്യേണ്ട രീതിയിൽ കറക്റ്റ് ചെയ്ത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നന്നായിട്ട് പറയാനായിട്ട്, അനുഭവത്തോടുള്ള ബന്ധത്തിൽ പറയാനായിട്ട് കഴിയും. ഞാൻ രക്ഷിക്കപ്പെട്ട് വന്ന് ചെറിയൊരു കൂട്ടായ്മയിലാണ് രക്ഷിക്കപ്പെട്ട് വന്നത്. എങ്കിലും എൻ്റെ ഉപദേശി എന്നെ എപ്പോഴും എന്ത് ചെയ്യും, ഞാൻ ഓരോ കാര്യങ്ങൾ പറയുകയും പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുമ്പോഴൊക്കെ ആവശ്യമുള്ള സമയത്തൊക്കെ എന്നെ കറക്റ്റ് ചെയ്യുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ആ കുറവുകൾ വിട്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു മെസ്സേജ് എൻ്റെ പാസ്റ്റർക്ക് അയച്ചു കൊടുത്തിട്ട്, പാസ്റ്റർ നിങ്ങൾ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയണം. അപ്പോൾ വളരെ വിലപ്പെട്ടതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ അദ്ദേഹം എന്നോട് പറയാനായിട്ട് ഇടയായിരുന്നു. അതുകൊണ്ടൊരു വ്യക്തിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് നമുക്ക് ദുരഭിമാനമായിട്ട് തോന്നാമെങ്കിലും കീഴ്പ്പെട്ടിരിക്കുന്നത് വലിയ ജീവൻ്റെ സമൃദ്ധി അതിലുണ്ട്. കീഴ്പ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് നമ്മുടെ മേൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ദൈവസന്നിധിയിൽ അവർ ചെയ്യേണ്ട ചില ശുശ്രൂഷകൾ എന്ത് ചെയ്യും. അപ്പം നമ്മുടെ മക്കൾ ആരെങ്കിലും പറയും നിങ്ങൾ ഇനി എന്നെ നോക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാൻ പറ്റുമോ? അതേസമയം അപ്പാ എന്ന് അവർ വിളിക്കുന്നിടത്തോളം കാലം നമുക്ക് എന്തുണ്ട്, അവരുടെ ഉത്തരവാദിത്വം കൂടെ. അല്ല നിങ്ങളുടെ മേത്ത് കുതിര കയറാൻ വേണ്ടി മാത്രമല്ല അപ്പ അമ്മ എന്നൊക്കെ വിളിപ്പിക്കുന്നത്, ഉത്തരവാദിത്തം കൂടെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നത്, വിളിപ്പിക്കുന്നത്. നോക്കിയാട്ടെ
കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ വേറൊരു കാര്യം, മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങൾ. അതിനെപ്പറ്റി നമ്മൾ അല്പമായിട്ട് പറയാനായിട്ട് ഇടയായിട്ടുണ്ട്. മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങൾ. കാരണം ദൈവസഭയുടെ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം പലപ്പോഴും ആത്മീയ വളർച്ചയും ആത്മീയ കാര്യങ്ങളും അല്ലാതെ ആയി തീരുമ്പോൾ പിന്നെ മറ്റ് ചിലതായിട്ട് ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യും? തീരും. സാമ്പത്തികമായ ലക്ഷ്യങ്ങൾ, മറ്റ് നിലയിലുള്ള പല ലക്ഷ്യങ്ങളുമായി തീരുമ്പോൾ ഉപദേശം എന്ത് ചെയ്യും? അതനുസരിച്ച് മാറും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ ഐക്യമുണ്ടാക്കാനായിട്ടും, നമ്മളൊക്കെ കുറവുകളും കുറ്റങ്ങളും ഉള്ളവരൊക്കെ ആണെങ്കിൽ തന്നെ പരസ്പരം അത് മറന്നിട്ട് ഐക്യപ്പെടാനും സ്നേഹിക്കാനുമായിട്ട് ശ്രമിക്കുമ്പം ഓരോരുത്തരുടെ ഓരോ കുറ്റം പറഞ്ഞ് ഒരാളിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അല്ല. അത് ഈ ലോകമനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. എന്താണെന്നറിയാമോ? നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എനിക്കെതിരെ ഒരു പാര വരാൻ തയ്യാറുണ്ട്. അവിടെ നിങ്ങളെ എന്ത് ചെയ്യുക? രണ്ടിനെയും കൂടെ ഒരാളിൻ്റെ കുറ്റം അങ്ങോട്ട് പറയുക, ആ ആളുടെ കുറ്റം ഇങ്ങോട്ട് പറയുക. സൂക്ഷിച്ചേരണം കേട്ടോ, പുള്ളിയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. ഒരു ഭയനിർദ്ദേശം കൂടെ കൊടുക്കുക. ആരോടും പറയരുത് കേട്ടോ, ഇത് ആരോടും പറഞ്ഞേക്കരുത്. ആരോടും പറയേണ്ടാത്ത കാര്യം എന്നോടും പറയണ്ട. പറയാൻ പറ്റുന്നത് എന്ത് ചെയ്താൽ മതി. ഈ ആരോടും ഇത് പറയരുത് എന്നുള്ള പിശാചിൻ്റെ വലിയൊരു ലോക്കാണ്. ഇവർ ആരോടും പറയരുതേന്നും പറഞ്ഞ് നുണ നമ്മളെ പരമേൽപ്പിച്ച് കഴിഞ്ഞാൽ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ നേരെ പോ ഗതിക്ക് ഇത് പറയാൻ പറ്റുകയില്ല. ഇത് നമ്മുടെ തലയിലിരുന്ന് എന്തായിക്കൊണ്ടിരിക്കും? പുണ്ണായിക്കൊണ്ടിരിക്കും. നമ്മുടെ തല കറങ്ങുമെന്നല്ലാതെ ആരോടും പറയേണ്ടാത്ത കാര്യം ആരെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞേക്കണ്ട. എന്നോടും എന്ത് ചെയ്യണ്ട, ഞാനൊരു ബലഹീനതയുള്ള ആളാണ്, ഞാൻ പറയും. ആരോടും പറയേണ്ടാത്ത ഒന്നും എന്നെ എന്ത് ചെയ്യണ്ട, വരമേൽപ്പിക്കണ്ട. ഈ ആരോടും പറയേണ്ടാത്ത പല കാര്യങ്ങളും നമ്മുടെയൊക്കെ ചിലരുടെ തലയിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് തലവേദനയുടെ കാരണം അതാ. കാരണം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാൻ പറ്റുകയില്ല. ആരോടും പറയേണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തോ ചെയ്യും ആരോടും പറയേണ്ടാത്ത കാര്യം. നമ്മൾ സത്യസന്ധരായതുകൊണ്ട് എന്ത് ചെയ്യാനും പറ്റുകയില്ല. അയ്യോ, അപ്പം ഇതുപോലുള്ള പല തന്ത്രങ്ങളിൽ ഇതാക്കി കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച പോലെ സ്വന്തം വ്യക്തിത്വത്തിന് ചുറ്റും സ്വന്തം ആലോചന പ്രകാരവും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ദൈവസഭയെ അതിനുവേണ്ടി എന്ത് ചെയ്യുക? മനുഷ്യരുടെ, കാരണം ഇന്ന് മാത്രമല്ല 1-ാം നൂറ്റാണ്ടിൽ ഇതുപോലുള്ള ആൾക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട്. മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന അനേക തന്ത്രങ്ങൾ. അതിനെപ്പറ്റി തന്നെ പ്രസംഗിക്കുകയാണെങ്കിൽ ദിവസങ്ങളോളം പ്രസംഗിക്കാനുണ്ട്. അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാനത് വിടുക. അടുത്തത്, ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ഈ ഉപദേശിക്കുന്ന ആൾക്കാരൊരു പക്വതയിലേക്കും തീരുമാനത്തിലേക്കും വന്നവരെ ഉപദേശിക്കാവൂ എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാ. ഇന്നും ഈ പ്രസംഗകരെന്ന് പറയുന്ന ചില ആൾക്കാർ എന്ത് ചെയ്തിട്ടില്ല, ചില കാര്യങ്ങളിൽ അവരൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. ഞാൻ തന്നെ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പണ്ട് എനിക്ക് സംഭവിച്ച ഒരു കാര്യമാണ്. ഇവിടെ എനിക്ക് നേരത്തെ അറിയാവുന്ന, രക്ഷിക്കപ്പെട്ട സമയം തൊട്ട് അറിയാവുന്ന ഒരു വ്യക്തി ഒരു ദിവസം രാത്രി വണ്ടിയും പിടിച്ച് എൻ്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, എന്താ ബ്രദറെ? അത് ബ്രദറെ, ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന അന്യഭാഷയല്ല, അത് മറ്റ് ചില ആൾക്കാർ എന്നോട് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തതാണ്. രാത്രി 12 മണിയായി, വർത്താനം പറഞ്ഞ് 12 മണി 1 മണിയായി. ഷാനിയും പിള്ളേരും ഒക്കെ കിടന്ന് ഉറങ്ങി. അന്നേരം എന്നോട് രഹസ്യം പറയുന്നത്, അതുകൊണ്ട് ബ്രദറെ ഇതൊന്നും ശരിയല്ല, അതുകൊണ്ട് ബ്രദറും ഇതിൽ വിശ്വസിക്കരുത്. അപ്പം ഇത്രയും നാൾ ഇദ്ദേഹം പറയുന്ന അന്യഭാഷയും കൂത്തും മറിച്ചിലും കുത്തിമറിയലും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരുത്തരാണ് ഞാൻ. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ പറഞ്ഞ അന്യഭാഷ എന്തല്ല. ഞാൻ പറഞ്ഞു, ബ്രദർ പറഞ്ഞ അന്യഭാഷ ശരിയല്ലായിരിക്കും, എന്നാൽ എനിക്ക് ഇപ്പോഴും ആ അന്യഭാഷയെപ്പറ്റി യാതൊരു സംശയവും ഇല്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇനിയും ഞാൻ പറയുകയും ചെയ്യും. അതുകൊണ്ട് ബ്രദർ ഇത്രയും ദൂരത്തുനിന്ന് ഇത്രയും വണ്ടിക്കാശും മുടക്കി എൻ്റെ അടുത്ത് വന്ന് ഈ രാത്രി കുത്തിയിരുന്നത് പറഞ്ഞല്ലോ, അത് വിഷമമായിപ്പോയി. എന്നാലും ബ്രദറിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു വിട്ടു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഞാൻ ഇദ്ദേഹത്തെ കണ്ട് അന്യഭാഷ പറയുന്നവരുടെ കൂട്ടത്തിൽ തന്നെ. എന്നാൽ എന്നെ കണ്ടിട്ട് ഈ നേരത്തെ പറഞ്ഞ കാര്യത്തിന് ബ്രദറെ എന്നോടൊന്ന് ക്ഷമിക്കണമേ എന്ന് പോലും പറയാനുള്ള ഒരു ഔചിത്യം ഈ വ്യക്തിക്ക് ഇന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇത്രയും ദൂരത്തുനിന്ന് എന്നേക്കാൾ സീനിയറായിട്ട് ഉള്ള ഒരു വ്യക്തി, ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഇത്രയും ദൂരത്തുനിന്ന് വന്ന് അന്യഭാഷ ഇല്ല എന്ന് പറയാനായിട്ട് പരിശ്രമിച്ചെങ്കിൽ പുള്ളി തിരിച്ച് യഥാസ്ഥാനപ്പെട്ടപ്പോൾ തിരിച്ചു വന്നിട്ട് എന്നോട് മാപ്പ് ചോദിക്കേണ്ട ഒരു ഔചിത്യമെങ്കിലും ഇല്ലേ? കാരണം കർത്താവ് എന്താ പറയുക, ഈ ചെറിയവനെ ഒരുത്തനെ തെറ്റിച്ച് കളഞ്ഞത് തെറ്റിപ്പോകുന്നത് പിതാവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഇരിക്കുമ്പം നമ്മൾ ഓരോ അവസരത്തിനൊത്തും സമയത്തിനൊത്തും കാലത്തിനൊത്തും പറയുന്ന ഓരോരോ ഉപദേശങ്ങൾ കേട്ട് തെറ്റിപ്പോകുന്നവരെ പറ്റി നമുക്ക് എന്താ ഉത്തരവാദിത്വം ഉള്ളത്? അതൊരു വല്ലാത്ത അനുഭവം.
നമ്മുടെ വിചാരം നമുക്ക് ഓരോ തിയോളജി അനുസരിച്ച് ആരാ നമുക്ക് കാശ് തരുന്നത് അവർക്കനുസരിച്ച് നമ്മുടെ തിയോളജി ഉപദേശമൊക്കെ മാറ്റാവുന്ന നമ്മുടെ വിചാരം. എന്നാൽ ആര് സപ്പോർട്ട് ചെയ്യുന്നു, ആര് കാശ് തരുന്നു എന്നനുസരിച്ച് മാറ്റാൻ പറ്റുന്നതല്ല ഈ ദൈവവചനത്തിലെ ഉപദേശം. എനിക്കറിയാം ഒത്തിരി പേര് ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിച്ചവരിന്ന് ആത്മാവും ഇല്ല, അപ്പോൾ ഇതും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ പേരെ എനിക്കറിയാം. ഒരാളൊന്നും അല്ല. കാരണം ഞാൻ ചോദിച്ചു എന്നാ സപ്പോർട്ടാണ് കിട്ടുന്നത്, അതെനിക്കൊരു 1000 രൂപ സപ്പോർട്ട് തരും. 1000 രൂപ സപ്പോർട്ടിന് വേണ്ടിയാ നീ പഠിച്ച അപ്പോസ്തലികമായിട്ടുള്ള ദൈവവചനത്തിലെ ഉപദേശങ്ങൾ നീ ഇത് വിറ്റ് കാശാക്കുന്നത്. അപ്പോൾ ഈ 1000 രൂപയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമെങ്കിൽ അപ്പം ഈ കുറച്ച് കാശും കൂടെ കൂടുതൽ കിട്ടിയാൽ നീ കൂടുതൽ വല്ലതൊക്കെ ചെയ്യുമല്ലോ. ഇങ്ങനെയുള്ളവരെ ഒരിക്കലും എന്ത് ചെയ്യരുത്, സപ്പോർട്ട് ചെയ്യുകയോ സ്റ്റേജിൽ കയറ്റുകയോ അവസരം കൊടുക്കുകയോ ചെയ്യരുത്. കാരണം എന്താ? അതുകൊണ്ടാണ് പുതിയ ശിഷ്യൻ അരുതെന്ന് പറഞ്ഞത്. ഈ ഉപദേശ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഇവരൊക്കെ ചില ഉറപ്പിലേക്ക് വരട്ടെ. കാരണം ഇവൻ നാളെ തെറ്റിപ്പോയാൽ ഇവനെ വലിയൊരു നേതാവായിട്ടും ആത്മീയമായിട്ടുള്ള നല്ലൊരു സ്ഥാനത്ത് സങ്കല്പിക്കുന്ന ആൾക്കാർ അവരും കൂടെ എന്ത് ചെയ്യും? ഇവൻ്റെ കൂടെ തെറ്റിപ്പോവും. ഇന്ന ഉപദേശി പറഞ്ഞു, ഞാൻ ഇത്രയും നാൾ പറഞ്ഞ ഭാഷ ശരിയല്ല, അതുകൊണ്ട് ഞാൻ പറയുന്ന ഭാഷയെ ഞാൻ എന്ത് ചെയ്തു. അവൻ വളരെ ഉത്തരവാദിത്വത്തോടെ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റെന്ന് പറയുന്നത് വളരെ. എന്നാൽ നമ്മളൊരു കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കണം. വചനത്തിൽ തന്നെ പറഞ്ഞേക്കുക. കാരണം നിങ്ങളുടെ നടത്തിയവരെ ഓർത്ത് അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. ഇന്ന് ജീവാവസാനമൊന്നുമില്ല. പ്രാർത്ഥിച്ച അബദ്ധത്തിൽ ചില ആൾക്കാർ പറയുന്നത് ദൈവികമല്ലെങ്കിൽ പോലും ചിലതൊക്കെ സംഭവിക്കും. ഉടനെ അതൊരു അടയാളമാക്കിയെടുത്ത് അതിന് പബ്ലിസിറ്റി കൊടുത്ത് ഇങ്ങനെ പോവുക. ഞാൻ ഈ ഫേസ്ബുക്കിൽ തന്നെ ചില ഇതിൽ നിന്നൊക്കെ ഞാൻ ഔട്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും സൈറ്റുകൾ തുടങ്ങുന്ന അവരുടെ ശുശ്രൂഷകൾ പ്രചരിപ്പിക്കാനും അവരുടെ കൺവെൻഷൻ നോട്ടീസ് ഇടാനും അവരുടെ സെൽഫ് അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും. ഞാൻ എൻ്റെ സമയം വെറുതെ അതൊക്കെ നോക്കിക്കളയുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്ത് അതിൽ നോക്കി പലതിൽ നിന്ന് ഒഴിവായി. ചില സൈറ്റുകളിൽ ദൈവികമായിട്ടുള്ള വാക്കുകൾ വെച്ച് പോലുമല്ല എന്ത് ചെയ്യുന്നത്, ദൈവസന്നിധി ദൈവമക്കൾ ഉപയോഗിക്കാൻ യോഗ്യമായ വാക്കുകൾ വെച്ച് പോലുമല്ല പരസ്പരം പോരാടുന്നത്. ഒരിക്കലും ഉപയോഗിച്ചുകൂടാത്ത വാക്കുകൾ വെച്ചിട്ട് അതിൽ നോക്കി ഞാൻ എന്ത് ചെയ്തു, ഞാൻ സ്വയമേ ഒഴിവായി. എന്നോട് ചോദിക്കാതെ അവരെന്നെ മെമ്പറാക്കിയതാണ്. അതിൽ നോക്കി എന്ത് ചെയ്തു. കാരണം ഈ അനാവശ്യമൊക്കെ കേട്ടോണ്ടിരിക്കാനും ഈ ഇത് നമുക്ക് സമയമില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യമാണ്, ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞിടുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുവാനായിട്ട് ഇടയായിട്ട് തീരും. നമുക്കറിയാമല്ലോ, നമ്മുടെ ഉപദേശം ഒരു വ്യക്തിയുടേത് പെർഫെക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ആ ജീവിതവും പെർഫെക്റ്റ്. ഉപദേശം ഒരു സൈഡിൽ നന്നായിരിക്കണം, അതേ സമയത്ത് ജീവിതവും. നമ്മളൊക്കെ പറയും എൻ്റെ ഉപദേശം ബൈബിളിലെ വാക്യങ്ങളനുസരിച്ച് എൻ്റെ ഉപദേശം കറക്റ്റാണ് കേട്ടോ. ശരി, കറക്റ്റ്. എന്നാൽ ഈ കറക്റ്റ് ഉപദേശം അനുസരിച്ചുള്ള ജീവിതം ദൈവത്തിൻ്റെ ദാസന്മാർ ചിലർ അതിനെ ഉപമിച്ചേക്കുന്നത് തീവണ്ടി പാളവും കൂടെ അതിനെ ഉപമിച്ചേക്കുന്നത്. അല്ലെങ്കിൽ തീവണ്ടിയുടെ ബോഗികൾ. ഈ പാളം ശരിയല്ലെങ്കിൽ ഒരു തീവണ്ടി എന്ത് ചെയ്യത്തില്ല ഇതിലെ കൂടെ. അതാണ് ഉപദേശം. ഒരു വ്യക്തിക്ക് നമ്മൾ വായിക്കുന്നുണ്ട് റോമാലേഖനം 6-ാം അധ്യായത്തിൽ, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ശ്രദ്ധയോടെ പഠിച്ച് നിങ്ങൾ പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുക, ദൈവത്തിന് സ്തോത്രം. അപ്പം അവരെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ നമ്മൾ ഇവിടെയും വായിക്കുന്നുണ്ട്. നിങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് കേട്ട് പഠിച്ചത് ഇങ്ങനെയല്ല എന്ന് താഴെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കണം, ക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ ഒരു വ്യക്തി ഉപദേശം പറഞ്ഞുകൊണ്ട് മാത്രം ഇരുന്നാൽ അവനൊരു പൂർണ്ണതയുള്ള വ്യക്തി എന്ന് പറയും. ഉപദേശം കറക്റ്റ് ഉപദേശം വേണം. ശരിയായിട്ടുള്ള പാളമുണ്ടെങ്കിൽ മാത്രമേ അതിലൂടെ വണ്ടി ഓടത്തുള്ളൂ എന്ന് പറയുന്ന പോലെ ശരിയായിട്ടുള്ള ഉപദേശം വേണം. ആ ശരിയായിട്ടുള്ള ഉപദേശമുള്ള വ്യക്തി അതനുസരിച്ച് ജീവിക്കുകയും കൂടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യുവിൻ്റെ പല മെസ്സേജുകൾ കണ്ടിട്ട് അദ്ദേഹത്തെ ഇൻ്റർനെറ്റിൽ പല ആൾക്കാർ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ വിമർശിച്ച് ഞാൻ കാണാനിടയായിട്ടായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞ മെസ്സേജുകളുടെയൊക്കെ ഒരു ആകത്തുക ഞാൻ ഇത്രയും മനസ്സിലാക്കുന്നുള്ളൂ. വിശ്വാസികളാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതനുസരിച്ചുള്ള പ്രവൃത്തിയും കൂടെ വേണം. ഇതാ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ചില ആൾക്കാർ പറയുക കൃപയാലുള്ള രക്ഷ എന്നുള്ള ആ തത്വത്തെ പോലും അദ്ദേഹം എന്ത് ചെയ്തു കളഞ്ഞു, മറിച്ചു കളഞ്ഞു. അദ്ദേഹം അങ്ങനെ ആണോ ചെയ്തത്? നാളുകളായിട്ട് വർഷങ്ങളായിട്ട് വിശ്വാസികളായിട്ട് കിടക്കുകയും പിന്നെയും നിന്റെ പാപങ്ങളെല്ലാം ദൈവം പിന്നെയും ക്ഷമിക്കും എന്നുള്ള ഉപദേശം കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അവനോട് ചോദിക്കണം, നീ ദൈവകൃപയിൽ വന്നിട്ട് എത്ര വർഷമായി? 5 വർഷമായി, 10 വർഷമായി, 15 വർഷമായി, 20 വർഷമായി, 10, 20, 30 വർഷമായി. ഇപ്പോഴും അവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്തുവാ?
കർത്താവ് നിന്റെ പാപങ്ങൾ രക്താംബരം പോലെ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും എന്നുള്ള മെസ്സേജ് അവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ കേൾക്കാൻ എൻ്റെ മെസ്സേജ് എന്തുവാ? വൃക്ഷത്തിൽ കോടാലി വെക്കാൻ സമയമായി, ഫലം കായ്ച്ചില്ല എങ്കിൽ നിന്നെ വെട്ടിക്കളയും എന്നുള്ള മെസ്സേജ് അവൻ കേൾക്കണ്ടേ? നിങ്ങൾ മുന്തിരിവള്ളിയും ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഫലം കായ്ക്കാത്ത കൊമ്പുകളൊക്കെയോ അവൻ വെട്ടി തീയിലിടും എന്നുള്ള മെസ്സേജ് അവനോട് പറയേണ്ടേ? അപ്പം ഈ 10, 20, 30 വർഷം ഈ വചനം കേട്ടിട്ടും ഇത് ദൈവകൃപയിൽ ഇരുന്നിട്ടും നീ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിൽ വന്നിട്ടില്ല. എന്നാലൊട്ട് നീ വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം ഈ പുതിയ സൃഷ്ടിയുടെ അനുഭവം ഉള്ളിലിരുന്നാൽ പോരാ, അത് പ്രകടിപ്പിക്കണം, അത് പുറത്തു വരേണ്ടത്. അത് പുറത്തു വന്നേ പറ്റൂ. അല്ലെങ്കിൽ നിന്റെ ഉപദേശം ശരിയല്ല, നിന്റെ വിശ്വാസം ശരിയല്ല എന്ന് അതിൽക്കൂടെ എന്ത് ചെയ്യും? നമുക്കറിയാമല്ലോ, ഒരു ബഡ് ചെയ്യുന്ന ഇതിനോടാണ് ഇത് വചനത്തിൽ ഉപമിച്ചേക്കുന്നത്. കാട്ടൊലിവായ നിന്നെ മുറിച്ചെടുത്ത് നല്ല ഒലിവ് വൃക്ഷത്തിൽ, ഈ ഒലിവ് വൃക്ഷത്തിൽ ഇത് ഒട്ടിച്ചതിന് ശേഷം നാളുകൾ കാത്തിരിക്കും. ഈ മുളയിൽ ഒരു ഇലയും വെക്കുന്നില്ല, വളരുന്നുമില്ല, ഈ ബഡ് ചെയ്തത് അതുപോലെ ഇരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ഈ ബഡ് പിടിച്ചിട്ടില്ല, ശരിയായില്ല എന്നതിൻ്റെ അർത്ഥം. വേറെ അർത്ഥം ഒന്നുമില്ല. ബഡ് പിടിച്ചിട്ടില്ല എന്നാ അതിൻ്റെ അർത്ഥം. ബഡായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, എന്നാൽ ബഡല്ല. നീ ആ കാട്ടൊലിവിൻ്റെ അനുഭവത്തിൽ തന്നെ നിൽക്കുക. നാട്ടൊലിവിലേക്ക് എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല? മുറിച്ച് വയ്ക്കപ്പെട്ടിട്ടില്ല. അതായത് അർത്ഥം. അപ്പം ഈ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തികൾ വേണമെന്ന് പറയുമ്പോൾ അതിനെ നമ്മളവരെ വിമർശിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നു. വചനത്തിൽ നമ്മൾ വായിക്കുന്നു, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം അത് ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് വായിക്കും. ദൈവം മുന്നൊരുക്കിയിരിക്കുന്ന സൽപ്രവർത്തികൾ ചെയ്യാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അല്ലാതെ ജീവിതകാലം മുഴുവൻ ഞാനൊരു പാപിയാണ്, സൗജന്യമായിട്ട് എൻ്റെ പാപങ്ങൾ ഇനിയും ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഒരു വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തി പിന്നെയും അവൻ അനേക നാളുകൾ ഏറ്റുപറഞ്ഞ് അതേ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മുന്നോട്ട് പോകുന്ന അനുഭവമല്ല. അവന് പാപത്തിൽ നിന്ന് വിടുതലും ആവശ്യമാണ്. അതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതിനെ ഒരിക്കലും ദുരുപദേശം എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം സുവിശേഷം മാത്രമല്ല പ്രസംഗിക്കപ്പെടേണ്ടത്, ശരിയായിട്ടുള്ള മാതൃകയായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചും കൂടെ എന്ത് ചെയ്യപ്പെടണം? പഠിപ്പിക്കുകയും പ്രസംഗിക്കപ്പെടുകയും ചെയ്യണം എന്നുള്ളത് ദൈവസന്നിധി സത്യമാണ്. നോക്കിയാട്ടെ, 18-19 വാക്യങ്ങൾ. 4-ാം അധ്യായം, 18-ാം അധ്യായം, 19. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴപ്പിച്ചു പോയവരാകിയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നോക്കിയാട്ടെ, ഇതിന് മുന്നേ ഉള്ള അവരുടെ അവസ്ഥയെക്കുറിച്ച് പറയുക. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവിടെ ഭൂരിപക്ഷം ആൾക്കാരും യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരല്ല, ജാതീയമായ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്. റോമാലേഖനം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പം എന്താ ജാതികൾക്ക് സംഭവിച്ചത് എന്നവിടെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവാക്കിയല്ലോ. ദൈവം തൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി ദൈവത്തിൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം ഇതിന് പുറകിലൊരു നിത്യനായ ദൈവം ഉണ്ടെന്നുള്ളതും ഈ സർവശക്തനായ ദൈവമുണ്ട്, ഇതിന് പുറകിലൊരു സൃഷ്ടിതാവുണ്ട് എന്നുള്ള ഒരു കാര്യം എല്ലാ വ്യക്തിയുടെയും, ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, യഹൂദന്മാർക്ക് മാത്രമല്ല, ലോകത്തിൽ മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവർക്കും, പണ്ഡിതനാകട്ടെ പാപനാകട്ടെ, എല്ലാവരുടെയും ബുദ്ധിക്ക് മനസ്സിലാകുന്നത് പോലെ ഇത് വെറുതെ ഉണ്ടായൊരു ലോകമല്ല, അല്ലെങ്കിൽ പ്രപഞ്ചമല്ല, ഇതിന് പുറകിലൊരു സൃഷ്ടിതാവ് ഉണ്ട് എന്നുള്ള സത്യം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുമ്പോഴും അവരെന്താ ചെയ്തത്? ദൈവത്തിൻ്റെ സത്യത്തെ അവർ വ്യാജമാക്കി മാറ്റി. അനീതി കൊണ്ട് ദൈവത്തിൻ്റെ സത്യത്തെ തടുത്തു. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ മനുഷ്യൻ, പക്ഷി, ഇഴജാതി, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യങ്ങളാക്കി മാറ്റിക്കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇതാ സത്യത്തിൽ ലോകത്തിൽ ജാതികൾക്ക് സംഭവിച്ചത്. അവർ ദൈവത്തെ പരിജ്ഞാനത്തിൽ അവർക്ക് ധരിപ്പാൻ മനസ്സില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ ഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു എന്നാണ് നമ്മൾ ദൈവത്തിൻ്റെ മനസ്സിൽ വായിക്കുന്നത്. അപ്പം ഇങ്ങനെ പോയിട്ടുള്ള തോന്നിയാസം പോയി, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ലാതെ ജീവിതത്തിൽ ദൈവം ഹൃദയത്തിൽ മനസാക്ഷിയിൽ ഈ ഒരു നല്ല ജീവിതത്തെക്കുറിച്ച് ന്യായപ്രമാണം അവർക്ക് അക്ഷരീയമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഹൃദയത്തിൽ അവർ എന്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്? ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് സകല തിന്മയിലും ജീവിക്കാനായിട്ട് ഏൽപ്പിക്കപ്പെട്ടവർ ഒരു കൂട്ടം ആൾക്കാരായിട്ടാണ് നമുക്ക് ജാതികളെ ഇവിടെ കാണാൻ, ദൈവവചനം പരിശോധിച്ച് നോക്കുമ്പം കാണാനായിട്ട് കഴിയുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ഇടയിൽ ആത്മാർത്ഥതയുള്ളവരില്ല എന്നൊന്നുമല്ല, ദൈവത്തെ അന്വേഷിച്ചവരില്ല എന്നല്ല പറയുന്നത്. കൊർന്നല്യോസിൻ്റെ അവിടെ ചെന്ന് കർത്താവ് പറഞ്ഞു,
അവൻ്റെ അവർ അവിടെ ചെന്ന് പ്രസംഗിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? ആദ്യ സമയത്ത് നമ്മുടെ മേൽ വന്നതുപോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേലും വന്നു എന്ന് ഇവർക്ക് വെള്ളം വിലക്കാനായിട്ട് നമുക്ക് കഴിയുമോ? അപ്പം എന്നാൽ ജനറലായിട്ട് ജാതികളെക്കുറിച്ച് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതേപോലെയുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയും. അവർ എന്ത് ചെയ്തു? ആകെ ജാതികൾ സാക്ഷീകരിച്ച് കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങളിനി നടക്കരുത്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല, നമുക്കിപ്പോൾ തിന്നുക കുടിക്കുക ആനന്ദിക്കുക നാളെ ചാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നടന്ന ആൾക്കാരുണ്ട് അന്നത്തെ ഗ്രീക്ക് തത്വജ്ഞാനികൾ. അതുപോലെ തന്നെ താഴെ വായിക്കുക, അവർ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മരം തഴമ്പിച്ച് പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. കാരണം പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, വളയമില്ലാത്ത ചാട്ടമാണ് ഇത്, വളയമുള്ള ഇതല്ല. അങ്ങനെ മുന്നോട്ട് പോകുമ്പം പല കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ട്. എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച പോലെ അവർ ദൈവത്തിൻ്റെ ജീവനിൽ അകന്ന് മനം തഴമ്പിച്ച് പോയി. ദൈവത്തോട് ചേർന്നുള്ള ജീവിതത്തിൻ്റെ അനുഭവമല്ല, ദൈവത്തിന് അകന്നുള്ള ജീവിതം ജീവിച്ച് ആരോടും ഒന്നും ചോദിക്കാൻ തങ്ങളുടെ ഉള്ളിൽ തന്നെ തോന്നിയതുപോലെ അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അറിഞ്ഞിട്ടും അതിനെ മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, മൃഗജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞതുപോലെ എന്ത് ചെയ്തു? തന്നിഷ്ടം പോലെ ജീവിച്ചതുപോലെ തങ്ങളുടെ ജീവിതത്തിലും എന്ത് ചെയ്തു? അതുപോലെ തന്നെ അനുവർത്തിച്ചു. ആരാധനയുടെ വിഷയത്തിൽ മാത്രമല്ല, ആരാധനയോടുള്ള ബന്ധത്തിൽ ജീവനുള്ള ദൈവത്തെ അവരുടെ ഹൃദയത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തപ്പോൾ അതിനോട് ചേർന്ന് അവരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ റൈച്ചസ് സ്റ്റാൻഡേർഡ്സിനെ, ദൈവത്തിൻ്റെ നീതിയുടെ സ്റ്റാൻഡേർഡ്സിനെ എല്ലാം ഹൃദയത്തിൽ നിന്ന് എടുത്ത് എന്ത് കളഞ്ഞു? ദൂരെ കളഞ്ഞ ഒരനുഭവമാണ്. ഇഷ്ടം പോലെ തിന്നാം, ഇഷ്ടം പോലെ ചെയ്യാം, ഇഷ്ടം പോലെ ജീവിക്കാം, എല്ലാ ദുഷ്കാമത്തിന് എന്ന് നമ്മൾ ഇംഗ്ലീഷ് വായിക്കുന്ന സെൻഷ്വാലിറ്റി എന്നാണ്. ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് വായിച്ചപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. കാരണം ദൈവത്തിൻ്റെ ജീവനിൽ നകന്ന് മനം തഴമ്പിച്ച് പോയവർ, കാരണം പാപം ചെയ്ത് പാപം ചെയ്യുന്നതിൽ എന്തുണ്ടായി? ഇപ്പോൾ ഒരു തഴമ്പുണ്ടായേക്കുക. അങ്ങനെയുള്ളവർ ഈ ദൈവകൃപയിലേക്ക് വന്നേക്കുക. കയ്യാൽ തഴമ്പുണ്ട്. എന്തിൻ്റെ തഴമ്പാണ്? ജീവിതത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ തഴമ്പുണ്ട്. ഏതിൻ്റെ തഴമ്പാ? പണ്ട് കാലത്ത് ചെയ്ത ഓരോരുത്തർ ഓരോരോ പാപപ്രവർത്തികളിലേക്ക് പോയതും ആദ്യമായിട്ട് അവർ ചെയ്യാൻ പോയതിൻ്റെയൊക്കെ വിവരണമൊക്കെ ഈ ലോകത്തിലുള്ള മനുഷ്യർ ചിലർ വിവരിക്കുമ്പം ദൈവമക്കളായിരിക്കുന്ന ചിലർക്ക് പോലും തോന്നും, അയ്യോ അതുപോലുള്ള അനുഭവമൊന്നും എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ കോളേജ് ജീവിതത്തിൽ 10-30 വർഷം കോളേജിലൊരു വിദ്യാർത്ഥിയായിട്ട് ജീവിച്ചെങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ ആരെയും പ്രേമിക്കാനോ എന്നെ ആരും പ്രേമിക്കാനോ വന്നിട്ടില്ല. ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലരുടെയൊക്കെ വിവരണങ്ങൾ കാണുമ്പോൾ, ആദ്യമായിട്ട് അവർ പ്രേമിക്കാൻ പോയതും ആദ്യമായിട്ട് അവർ മരത്തിന് ചോട്ടി നിന്നതുമൊക്കെ കാണുമ്പം, തമ്പുരാനെ എനിക്കിതിങ്ങനൊന്നും തോന്നിയില്ലെന്ന് തോന്നുന്നു. തോന്നാത്തതിൻ്റെ ഒരു കാര്യം, കുഞ്ഞു പ്രായത്തിൽ 16 വയസ്സിൽ തന്നെ എന്ത് ചെയ്തു? ഈ യേശുവിനെ അറിയാനായിട്ട് ഇടയായിട്ട് തീർന്നു. അങ്ങനെയുള്ള രീതിയിലേക്കൊന്നും പോകാൻ, ഒരു സിഗരറ്റ് വയ്ക്കാനോ ഒരു മദ്യപാനം നടത്താനോ ഒന്നും പോകാനായിട്ട് ദൈവം ഇടയാക്കിയിട്ടില്ല. കാരണം അതുപോലൊരു കുഞ്ഞു പ്രായത്തിൽ ഈ ദൈവത്തെ അന്വേഷിക്കാനും ഈ സുവിശേഷം കേട്ടപ്പോൾ ഈ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാനും ഇടയായി തീർന്നതുകൊണ്ട് ചിലപ്പം മാനുഷികമായിട്ട് മറ്റുള്ള കൂട്ടുകാരൊക്കെ പലപ്പോഴും ഓരോന്ന് പറയുമ്പം മാനുഷികമായിട്ട് ചിലപ്പം ശത്രു എന്നെ ഇങ്ങനെയൊക്കെ തോന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെയൊക്കെ പോകാഞ്ഞത് എൻ്റെ ജീവിതത്തിൽ നന്നായി കർത്താവേ എന്ന് പറയാൻ തന്നെ ദൈവം എനിക്ക് ആത്യന്തികമായിട്ട് ഇടയാക്കിയിട്ടുള്ളൂ. കർത്താവേ ഈ പറയപ്പെടുന്ന തിന്മകളിലേക്കൊന്നും പോകാൻ കഴിയാതെ, കാരണം ബോയ്സ് ഹോസ്റ്റലിൽ ഒരു 5-8 വർഷം ജീവിച്ചവനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കാവുന്നേ ഉള്ളൂ, ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ബോയ്സ് ഹോസ്റ്റലിലൊക്കെ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ. എന്നാൽ അവിടെയൊക്കെ ദൈവകൃപയിൽ ആശ്രയിച്ച് അതേ ഹോസ്റ്റലിലും അതേ കോളേജിലും വളരെ അധികം കൂട്ടുകാരുമായിട്ട് ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ദൈവം അവിടെ ഒരുക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അതൊന്നും നഷ്ടമല്ല, ചില കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നും നഷ്ടമല്ല. നമ്മുടെ ചില ആൾക്കാരെന്ന് പറയുന്ന പോലെ മോനെ രക്ഷിക്കപ്പെടുന്നതിന് ആയില്ല, കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യട്ടെ, എൻ്റെ സാക്ഷ്യത്തിനൊരു ഒരു ഒരു വെയിറ്റ് വേണ്ടേ, അതിനുള്ള ചില കാര്യങ്ങളെങ്കിലും ഞാൻ ചെയ്തിട്ടല്ലേ വന്ന് രക്ഷിക്കപ്പെടാൻ പറ്റുള്ളൂ എന്ന് കാത്തു നിൽക്കുന്നവരുണ്ട്. മോനെ ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യാതെ തന്നെ നീ ഏകദേശം ചെയ്ത പോലെ തന്നെയാണ്, നീ എന്ത് ചെയ്യണ്ട, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. എത്രയും പെട്ടെന്ന് ക്രിസ്തുവിലേക്ക് നിനക്ക് വരാനായിട്ട് മനസ്സുണ്ടോ അത് വരുന്നതാണ് നിനക്ക് നിൻ്റെ ജീവിതത്തിന് ലാഭം, ഇല്ലെങ്കിൽ നീ വലിയ നഷ്ടത്തിലേക്ക് പോകാനിടയായിട്ട്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഭാര്യയായി തന്ന സഹോദരി ഞാൻ രക്ഷിക്കപ്പെടുന്ന അതേ സമയം തന്നെ കോട്ടയത്ത് മാപ്പിള ഹോളിൽ
ഡോക്ടർ മുരളീധരൻ പ്രസംഗിക്കുമ്പോൾ അവിടെ ഒരു ശ്രോതാവായിട്ട് കടന്നു പോയതാണ്. രക്ഷിക്കപ്പെടണമെന്നൊക്കെ അവൾക്കന്ന് തോന്നി. എന്നാൽ ഹൃദയം കർത്താവിന് കൊടുക്കാതെ തിരിച്ചു വന്നു. അത് 84 നടന്നു. പിന്നെ രക്ഷിക്കപ്പെടുന്നത് 90 91 കണ്ട. എന്നാൽ ഇത്രയും വർഷങ്ങളോടിടയ്ക്ക് അന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ചിരുന്നെങ്കിൽ അവളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത പല നഷ്ടങ്ങളും ഈ 7 വർഷത്തിൽ 8 വർഷത്തിൽ എന്ത് ചെയ്ത് അവളുടെ ജീവിതത്തിൽ നടക്കാനിടയായി. പിന്നെ അത് കണ്ണുനീരോടെ പറഞ്ഞിട്ടുണ്ട്. കണ്ണുനീരത്തിന് കാര്യമുണ്ടോ? അന്നങ്ങനെ രക്ഷിക്കപ്പെട്ടല്ല. അത് നല്ല കാര്യം. അപ്പോൾ ക്രിസ്തുവിനെ കൂടാതെ മുന്നോട്ട് പോകുന്നത് ലാഭമൊന്നും അല്ല. അതുകൊണ്ട് നമുക്ക് നന്മയൊന്നും ഉണ്ടാകാൻ പോകുന്നു. ഈ ലോകത്തിൻ്റെ ഈ തിന്മകൾ കുറച്ച് ആസ്വദിച്ചെന്ന് വെച്ച് നമുക്ക് അതുകൊണ്ട് ഒരു ത്രില്ലും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതേ വചനത്തിൽ ഇവിടെ തന്നെ നമ്മൾ വായിക്കുന്നു, നിങ്ങൾക്കിപ്പോൾ ലജ്ജ തോന്നുന്നത് തന്നെ. അന്ന് ചെയ്ത പാപപ്രവൃത്തികളെക്കുറിച്ച് ദൈവസന്നിധിയിലേക്ക് വരുമ്പം നിന്നെന്താ തോന്നുന്നത്? ഊറ്റം കൊള്ളുകയല്ല ചെയ്യുന്നത്, ലജ്ജ തോന്നുന്നത് തന്നെ. അങ്ങനെ പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല. ആ പേരുകളൊന്നും ചിന്തിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അന്നേരം അങ്ങനൊന്നും പെട്ടിട്ടില്ലാത്ത വിശുദ്ധന്മാർ നിന്നുകൊണ്ടോ ഞാൻ അങ്ങനൊന്നും പെട്ടില്ല, എനിക്ക് അവസരമൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി എന്ന് ചിന്തിക്കേണ്ടി എന്ത് ന്യായമാവും? അല്ലേ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. നോക്കിയാട്ടെ. അപ്പം പാപം ചെയ്ത് തഴമ്പിച്ചു പോയവർ ഈ വിശുദ്ധിയിലേക്ക് വന്നിട്ട് ഈ വിശുദ്ധിക്ക് തങ്ങളെ തന്നെ അടിമകളാക്കി ഏൽപ്പിച്ച് ഇതിലും ഒരു തഴമ്പ് നിനക്കുണ്ടാവും. നമ്മൾ റോമാലേഖനം 6-ാം അധ്യായത്തിൽ അത് കൃത്യമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളാക്കി സമർപ്പിച്ചിരുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നിങ്ങൾ വിശുദ്ധിക്കായിട്ട് നിങ്ങളുടെ അവയവങ്ങളെ സമർപ്പിപ്പീൻ. ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ. അപ്പം നമുക്ക് ഈ പഴയ തഴമ്പുകളൊക്കെ ഒന്ന് മാറ്റാം. ഈ തഴമ്പിച്ചവർക്കൊരു പ്രശ്നമുണ്ട്. അവസരം വരുമ്പോൾ അവർ അറിയാതെ എന്ത് ചെയ്യും? ഈ തഴമ്പിച്ച പണി തന്നെ അങ്ങ് ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം ഉദാഹരണം പറഞ്ഞ പോലെ, ഇപ്പോൾ കാറിൻ്റെ ഗിയർ ഇടുമ്പോൾ 3rd ഗിയറാണോ 4th ഗിയറാണോ നോക്കിയാണോ ആരെങ്കിലും ഇടുന്നത്? ഒരു പരിചയത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമല്ലേ? ഈ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്ത് പരിചയിച്ച ചില കാര്യങ്ങളുണ്ട്. നമ്മളിവിടെ തന്നെ കാണുന്നുണ്ട്. മധുവിൻ്റെ ബാക്കറ്റ് എടുത്ത് പൊളിച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ആരെങ്കിലും പറയണം? അത് അബോധത്തിൽ പൊളിച്ച് അതിലോട്ട് ഡിപ്പോസിറ്റായിട്ട് ഇട്ടു. എന്തെല്ലാം കാര്യങ്ങൾ കാണും. മദ്യപിക്കുന്ന ഒരു വ്യക്തിക്ക്, തുടർമാനമായി മദ്യപിക്കുന്നവന് ആ മദ്യപിച്ചില്ലെങ്കിൽ അതൊരു വിഷയമായിട്ട് തീരുക. ഏത് പാവപ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും നോക്കിയാട്ടെ, ആ തഴമ്പുകളെ അത് മാറ്റാൻ ഇച്ചിരി പാടാം. അതിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യണം? തൊട്ട് താഴെ നമ്മൾ വായിക്കുക, നീതിക്ക് ദാസന്മാരായി നിങ്ങളെ തന്നെ സമർപ്പിക്കണം. നോക്കിയാട്ടെ, എഫേസ്യർ നിലയത്തേക്ക് നമുക്ക് മടങ്ങി വരാം. 20-ാം വാക്യം, നിങ്ങളോ യേശുക്രിസ്തുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ടു അവനൊരു ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. അപ്പം ഇന്ന് അല്ലെങ്കിൽ ഈ ജാതികളെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുക, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. അതൊന്നും നമുക്ക് മാതൃകയാക്കാൻ പറ്റിയതല്ല. നിങ്ങൾ വിചാരിക്കും യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചെങ്കിലും വലിയ മാറ്റമൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വർത്തമാനത്തിന് മാറ്റം ഉണ്ടായിട്ടില്ല, കാഴ്ചപ്പാടുകൾക്ക് മാറ്റം ഉണ്ടായിട്ടില്ല, ജീവിത രീതിക്ക് മാറ്റം ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടുള്ള ചില പാപ അനുഭവങ്ങളിൽ നിന്ന് ഇച്ചിരിയൊക്കെ വിട്ടു എന്നല്ലാതെ പുറമായിട്ടുള്ള ഒരു വേർപാടോ വിശുദ്ധിയോ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കരുത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ വെളിപ്പെട്ടിരിക്കുന്ന ക്രിസ്തു, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവ്, ഈ കർത്താവ് ഇങ്ങനൊന്നും ചെയ്യുന്നതിൽ സന്തോഷിക്കുന്ന ഒരു കർത്താവ് അല്ല. ചെയ്യുന്നതിൽ മാത്രമല്ല, ഇങ്ങനൊന്നും ചിന്തിക്കുന്നതിൽ പോലും സന്തോഷിക്കുന്ന കർത്താവ്. കാരണം ചിലർ പറഞ്ഞ് കേൾക്കാറുണ്ട്, പിന്നെ ഒരു വാരികയുടെ അഡ്വർടൈസ്മെൻറ്റ് കഴിഞ്ഞ ദിവസം വന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വായിക്കുകയല്ല, ഇത് വായിച്ചിട്ട് സ്വപ്നം കണ്ട് കാണണമെന്ന്. അല്ല, വായിച്ചാൽ മാത്രം ഇതിൻ്റെ എഫക്റ്റ് ഫുള്ള് വരികയില്ല. പിന്നെ എന്തോ കാണണം? ഈ എഴുതപ്പെട്ട സാഹചര്യങ്ങളും ഭാര്യയില്ലാത്തവൻ ഭർത്താവ് ചെയ്യുന്നത്, ഭർത്താവില്ലാത്തവൻ ഭാര്യ ചെയ്യുന്നത്, അപ്പനും മക്കളും ഇല്ലാത്തപ്പം മക്കൾ ചെയ്യുന്നത്, അവർ അബദ്ധസഞ്ചാരത്തിൽ പോകുന്നതൊക്കെ വായിച്ചിട്ട് അത് മനസ്സിലെന്ത് കാണണം? അതാണ് അഡ്വർടൈസ്മെൻറ്റ്. ഇത് സ്വപ്നം കണ്ടാൽ ഒരുത്തിൻ്റെ അവസ്ഥ എന്താകും? വായിക്കാൻ തന്നെ കൊള്ളുകയില്ല. ഒരു കുടുംബത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെയാണ് ഇതിൽ എഴുതി വരുന്നത്. സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ പേരിൽ എഴുതി വരുന്നത്. ഇത് വായിക്കുന്നത് തന്നെ ഒരു ദൈവവേദന യോഗ്യമല്ല. അത് വായിച്ചിട്ട് സ്വപ്നം കാണാൻ കൂടെ നിന്നാലോ? ഇതൊക്കെ സ്വപ്നം കാണണമെന്നാണ് പറയുന്നത്. അപ്പം നോക്കിയാട്ടെ, ഇത് ഈ സ്വപ്നങ്ങളെയൊക്കെ എന്ത് ചെയ്യണം?
ഇതൊക്കെ ഇതൊക്കെ മാറിപ്പോയേ പറ്റൂ. നമ്മളിപ്പോൾ വായിച്ച വാക്യം, നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുത്തപ്പെട്ട ക്രിസ്തു എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ട് സ്വപ്നം കാണുന്ന ആളല്ല. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധനായിരിപ്പീൻ എന്ന് പറഞ്ഞ കർത്താവ്. അവൻ പൂർണ്ണമായും വെളിച്ചമാകുന്നു, അവനിൽ ഇരുളൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു എന്ന് പറഞ്ഞ കർത്താവാണ്. ഇങ്ങനെയല്ല ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചത്. നിങ്ങൾ അവനെക്കുറിച്ച് കേട്ടതും പഠിച്ചതും ഇങ്ങനെയല്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഈ കർത്താവ് ആരാണെന്ന് അറിയണമെങ്കിൽ, ഒരുപക്ഷെ ഇത് എഴുതുന്ന സമയത്ത് ബൈബിൾ ഇതുപോലെ ക്രോഡീകരിച്ച ഒരു സമയമല്ല. എന്നാൽ നമുക്കിന്ന് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയും ഈ ക്രിസ്തു ആരാണെന്നും ക്രിസ്തുവിൻ്റെ ജീവിതശൈലി എന്താണെന്നും വ്യക്തമായിട്ട് എവിടെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്? ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നീ വീണ്ടും ജനിച്ച് മുന്നോട്ട് വന്ന് കർത്താവിനെ അറിഞ്ഞ ഒരു വ്യക്തിയെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിന്ന് വരുന്നതും ക്രിസ്തുവിനോട് അനുരൂപമായിട്ടുള്ള, കർത്താവിന് അനുരൂപമായിട്ടുള്ള പ്രവൃത്തിയും ജീവിതവും ആയിരിക്കണം. അങ്ങനെ അല്ല എങ്കിൽ നീ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെന്ന് പറയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല, ഒരിക്കലും പറ്റത്തില്ല. ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല നിങ്ങൾ പഠിച്ചത്. എന്താ തുടർന്ന് വായിക്കുന്നത്? മുമ്പരത്തെ നടപ്പ് സംബന്ധിച്ച് പുതിയ ഒരു വ്യത്യാസം ഉണ്ട്. കർത്താവ് നമ്മളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിയില്ല. ഫലം കായ്ക്കാത്ത കൊമ്പൊക്കെയും ചേർത്ത് തീയിൽ ഇടും എന്ന് കർത്താവ് വ്യക്തമായിട്ട് പഠിപ്പിച്ചു. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഇന്ന് ഒത്തിരി പേര് ഫലം എങ്ങനെ കായ്ക്കാൻ പറ്റുന്നില്ലല്ലോ. ഫലം കായ്ക്കാനുള്ള എഫർട്ടിൽ ഇങ്ങനെ നടക്കുക. എങ്ങനെയെങ്കിലും ഫലം കായ്ക്കുക. എന്താ ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ ഫലം. ചിലർ പറയും ഫലം എന്ന് പറഞ്ഞാൽ ആത്മാക്കളെ നേടുന്നതാണ്. ആത്മാക്കളെ നേടുന്നതല്ല ഒന്നാമത്തെ ഫലം. കർത്താവിൻ്റെ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെയുള്ള ഒന്നാമത്തെ പ്രതിഫലം ജീവിതത്തിൽ കർത്താവിനെ മാതൃകയാക്കി വിശുദ്ധിയോടെ ജീവിച്ചതിനാണ് പ്രതിഫലം. അല്ലാതെ അങ്ങനെ ജീവിക്കാതെ കുറേ ആത്മാക്കളെ നേടി ഒരുത്തിന് ഫലം കിട്ടുമെന്നൊന്നും വചനത്തിൽ പറയുന്നില്ല. ചിലരുടെ വിചാരം ഇങ്ങനെ കൂലിപ്പണി ചെയ്ത് കുറേ ട്രാക്ടറൊക്കെ കൊടുത്ത് കുറേ ആത്മാക്കളെയൊക്കെ നേടി പിന്നെ ജീവിതം എങ്ങനെ വേണേലും പൊയ്ക്കോട്ടെ എന്ന് വെച്ചാൽ സുവിശേഷീകരണം പ്രാധാന്യമുള്ളതല്ല എന്നല്ല പറഞ്ഞതിൻ്റെ കാര്യം. ജീവിതവും സുവിശേഷീകരണത്തെ പോലെ തന്നെ, അല്ലെങ്കിൽ ജീവിതമാണ് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. ജീവിതം ശരിയാകാത്ത ഒരു വ്യക്തി സുവിശേഷ വേല ചെയ്തതുകൊണ്ട് അവനും നശിച്ചു പോകും, അവൻ്റെ വേല ഒരുപക്ഷെ നശിച്ചു പോകുന്നല്ലാതെ അവന് ദൈവസന്നിധിയിൽ ഒരു കാര്യവും. നമുക്കറിയാമല്ലോ, കർത്താവിനെ അറിയാത്ത വ്യക്തികൾ വരെ ചിലർ സുവിശേഷം പറഞ്ഞ് ചിലർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഈ കർത്താവിനെ അറിയാത്തവന് നിത്യതയെ പ്രതിഫലം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മാനസാന്തരപ്പെടാത്തവർ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നല്ലതാകട്ടെ, എന്നെക്കൊണ്ട് പറ്റുക, നീ വേണമെങ്കിൽ ചെയ്യും. അപ്പം നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതാണ്. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്ന പോലെ വസിക്കുക എന്നുള്ളതാണ്. ഈ വസിക്കുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എഫർട്ട് എടുക്കേണ്ടത്. എഫർട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ എഫർട്ടുള്ള കാര്യമല്ല. കർത്താവ് ഈ കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ച് കഴിയുമ്പം ഒരു കൊമ്പ് ഫലം കായ്ക്കുന്നത് പോലെ കർത്താവിനോട് ചേർന്ന് വസിച്ചാൽ എന്ത് ചെയ്യും? കർത്താവിലും അവൻ്റെ വചനത്തിലും അവൻ്റെ പരിശുദ്ധാത്മാവിലും ആ കൃപയിലും കൂട്ടായ്മയിലും വസിക്കുമ്പം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെട്ടു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആത്മീയ ഫലം അത് പുറപ്പെട്ടു വരാനായിട്ട് ഇടയായിട്ട് തീരും. ഇന്ന് പലരും ഫലം കഴിക്കാനായിട്ട് നടക്കും. അവർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ സ്വർണ്ണമാങ്ങ ഇത് കെട്ടിത്തൂക്കും, ഇത് ഫലമാണെന്ന് കാണിക്കാൻ. അതൊന്നുമല്ല, അത്രയൊന്നും എഫർട്ടൊന്നും എടുക്കണ്ട. ഈ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ മതി. ഇത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്തു പറഞ്ഞോ അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നമ്മളല്ല അത് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. നോക്കിയാട്ടെ, ഇവിടെ പറഞ്ഞേക്കാം. നമുക്ക് ഇതിനോട് ചേർന്ന് കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം കൂടെ വായിക്കാം. കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. 11-ാം വാക്യം. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം കളഞ്ഞാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന. ഇതിനെപ്പറ്റി ഒത്തിരി, എന്താ ഹൃദയപരിച്ഛേദന എന്നുള്ളതിനെപ്പറ്റി ഒത്തിരി പറയാനായിട്ടുണ്ട്. ഇവിടെ ഹൃദയപരിച്ഛേദന എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല. എന്നാലും പറഞ്ഞേക്കുകയാണ്, നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ സ്വയമായി എല്ലാത്തതിനും കാരണം സ്വയത്തിനെ എടുത്ത് ദൂരെ കളയണം എന്ന് പറയുമ്പം അത് നമ്മുടെ ഈ ഭാരതീയ സങ്കല്പം അനുസരിച്ച് സ്വയത്തെ എടുത്ത് ഇല്ലാതാകുന്ന ഒരു അനുഭവമല്ല.
അത് നമ്മൾ വിചാരിക്കണം. ഞാനില്ല എന്നുള്ളൊരു കൺസെപ്റ്റിലല്ല. ആദാമ്യമായ നമ്മുടെ പഴയ പാപത്തിൽ നിറഞ്ഞ സ്വയത്തെ എടുത്ത് കളഞ്ഞതിന് ശേഷം ദൈവത്തിന് പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ നമ്മളിൽ ഉളവായ ഒരു പുതിയ സെൽഫ് നമുക്കുണ്ട്. സെൽഫിനെ മാറ്റിക്കളയുന്ന പരിപാടി എന്നല്ല, നോട്ട് അനിഹിലേഷൻ ഓഫ് ദ സെൽഫ്. ഇതിനെ മൊത്തം സ്വയത്തെ മുഴുവൻ ചിരണ്ടി കളഞ്ഞ് പിന്നെ നമ്മളെ നോക്കിയാൽ കാണാത്ത ഒരു അനുഭവത്തിലല്ല വെച്ചേക്കുന്നത്. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോഴും കാണുന്നുണ്ട് ഈ കതിരിമരത്തിൻ്റെ അനുഭവം. അത് എത്ര മിനുസപ്പെടുത്താൻ നോക്കിയാലും മിനുസപ്പെടുന്നില്ല. അവസാനം എന്ത് ചെയ്ത് അതിനെ സ്വർണം പൊതിഞ്ഞു. സ്വർണത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? കതിരിമരം ഉണ്ട്. കതിരിമരത്തെ ദൂരെ കളഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ കർത്താവിന് പറയാറ് സ്വർണം കൊണ്ട് തന്നെ അതെല്ലാം ഉണ്ടാക്കാൻ പറയായിരുന്നു. എത്ര രൂപപ്പെടാത്ത സ്വഭാവമാണെങ്കിലും കതിരിമരം എവിടെ ഉണ്ട്? ഈ സ്വർണം പൊതിഞ്ഞതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം നമ്മുടെ അതിനെ എടുത്തു കളയുന്ന ഒരു അനുഭവം അല്ല വചനത്തിൽ കാണുന്നത്. ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ഒരു പഴയ സ്വയം നിങ്ങൾക്ക് ഉണ്ട്. എന്നാൽ ആ പഴയ സ്വയത്തെ ഒരു ഉടുപ്പ് എടുത്ത് ഒരു വ്യക്തി ധരിച്ചിരിക്കുന്ന ഉടുപ്പ്, പഴയ ഉടുപ്പെടുത്ത് മാറ്റിയിട്ട് പുതിയ ഉടുപ്പെടുത്തിടുന്ന പോലെ ക്രിസ്തുവിന് പുനഃസൃഷ്ടിക്കപ്പെട്ട ആ പുതിയ വ്യക്തിത്വത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ധരിക്കണം. പാമ്പ് പട ഇതാക്കി കളയുന്ന പോലെ നമ്മൾ ഉരിഞ്ഞു കളയുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും പാമ്പ് പട ഒഴിക്കുന്ന കാര്യമാണ് ഓർമ്മ വരുന്നത്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ പഴയ സ്വഭാവത്തിനും പഴയ ചിന്തകൾക്കും പഴയ പാപ സ്വഭാവത്തിന് ഇനി നിങ്ങളിൽ തുടരാനുള്ള അവകാശം ഇല്ല. ഈ പഴയ പാപ സ്വഭാവത്തിന് എന്ത് സംഭവിച്ചു? അത് കാൽവരി ക്രൂശിൽ ക്രിസ്തു മരിച്ചപ്പം ആ ക്രിസ്തുവിനോട് കൂടെ എന്ത് ചെയ്യപ്പെട്ടു? ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. റോമാലേഖനം 6-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ വായിച്ചാട്ട് 6-ാം അധ്യായം 3-ാം വാക്യം. സമയമില്ല. അറിയുന്നില്ലയോ? അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. 6-ാം വാക്യം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയും. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. അപ്പം നമ്മുടെ പഴയ മനുഷ്യൻ എവിടെ പോയി? ആ കാൽവരിയിൽ കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചപ്പോൾ അവനോട് കൂടെ ഞാനും എന്ത് ചെയ്തു? സ്നാനം എന്ന് പറയുന്നത് ഒരു സഭയിൽ നിന്ന് വേറൊരു സഭയിലേക്ക് ആളെ ചേർക്കാനുള്ള പരിപാടിയല്ല. അങ്ങനെ വിചാരിക്കും. അതല്ല, ആളെ ചേർക്കാൻ വേണ്ടി സ്നാനപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അപ്പോസ്തലന്മാർ ഈ പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. 10 പേരെ പിടിച്ച് വെള്ളത്തിൽ തള്ളിയിട്ട് നടന്നാൽ മതിയായിരുന്നു. അങ്ങനൊന്നും അല്ല ചെയ്തത്. വിശ്വാസമായി ഇവിടെ പ്രധാനം. എന്താ വിശ്വാസം? കാൽവരിയിൽ അവൻ തൂങ്ങി മരിച്ചപ്പോൾ അവൻ്റെ ആ ക്രൂശിൽ ഞാനും ഉണ്ടായിരുന്നു. അവൻ മരിച്ചപ്പോൾ അവനോട് കൂടെ ഞാനും എന്ത് ചെയ്തു? മരിച്ചു, കുഴിച്ചിടപ്പെട്ടു. ഇനി അതുകൊണ്ട് ആ പഴയ മനുഷ്യൻ അവിടെ മരിച്ചത് കൊണ്ട് പുതിയ മനുഷ്യൻ അല്ലെങ്കിൽ ഇനി ആ പഴയ മനുഷ്യൻ ജീവിക്കാനുള്ള അവകാശമില്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്നതാരാ? യേശുക്രിസ്തുവിൽ പരിശുദ്ധാത്മ സഹായത്താൽ പുനർജനിക്കപ്പെട്ട പുതിയ സൃഷ്ടിയാക്കപ്പെട്ട പുതിയ മനുഷ്യനായി എന്ത് ചെയ്ത്? പഴയ മനുഷ്യൻ, പഴയ കോട്ട ഉണ്ടായിരുന്നു, അവിടെ ഇവിടെയൊക്കെ കീറലുണ്ടായിരുന്നു. അത് തുന്നിത്തയ്ച്ച് തന്ന പുതിയ കോട്ട അല്ല ഇത്. ആ പഴയ കോട്ട് പോയി, അതിനെ മാറ്റണം. അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റിപ്പയർ ചെയ്ത് തന്നാൽ പോരാ. പിന്നെന്താ? ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ എന്ന് ദൈവത്തിന് നമ്മൾ വായിക്കുക. അപ്പം നോക്കിയാട്ടെ, ഇതാണ് കർത്താവിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. നമ്മൾ നോക്കിയാട്ടെ, പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് എന്തു ചെയ്യണം? സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുകയും. നമുക്കറിയാമല്ലോ, തുടർന്നുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് എന്താ? ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുകയും എന്ന് പറയുമ്പം പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു എന്ന് പറയുമ്പോഴും ഈ ജഡം എന്താണെന്നുള്ളത് നമ്മളൊന്നും അതോടെ വ്യക്തമാക്കേണ്ടത് ആവശ്യമാണ്. എന്തോ ഈ ജഡത്തെ ഉരിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ നമ്മളിനിയും ഞാനിപ്പം ഈ ഇടയ്ക്ക് പോയി UP തേച്ച് ഇതാക്കുന്ന ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ച് തേച്ച് നമ്മുടെ തൊലി മുഴുവൻ ഉരച്ചു കളയുക എന്നുള്ളതല്ല പറയുന്നതിൻ്റെ അർത്ഥം. പിന്നെന്താ? നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്കും ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ട്. കർത്താവിൻ്റെ അടുത്തും വന്നു സാത്താൻ എന്ത് പറയാനായിട്ട്? നിനക്ക് വിശക്കുന്നില്ലേ? പെട്ടെന്ന് ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കും. കർത്താവായ യേശുക്രിസ്തുവിന് അദ്ദേഹത്തിന് ഭക്ഷിക്കാനുള്ള ഭക്ഷണം ദൈവം കരുതിയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്.
ഇല്ല, കരുതിയിട്ടുണ്ട്. എന്നാൽ പിശാച് അവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം പരമപ്രധാനമായ കാര്യം ഈ വിശപ്പാണ്. വിശപ്പിനെ എങ്ങനെയെങ്കിലും അങ്ങ് ഒന്ന് ശമിപ്പിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അപ്പോൾ അവിടെ പ്രാധാന്യം എന്തിനല്ല, ദൈവഹിതത്തിനും ദൈവാലോചനയ്ക്കും ഒന്നുമല്ല, എങ്ങനെയെങ്കിലും വിശപ്പ് തീർക്കും. കാരണം നമുക്കും അറിയാമല്ലോ, നമ്മുടെ കൂട്ടത്തിലും കുറേ ആൾക്കാരുണ്ട് വിശന്നാൽ കണ്ണ് കാണാത്ത ചില ആൾക്കാർ, അപ്പനെയും അമ്മയും പോലും കാണത്തില്ല, പിടിച്ചു തിന്നുകളെ, ഇങ്ങനെയുള്ള ചില പാർട്ടികളുണ്ട്. അവിടെ അവർക്ക് പ്രാധാന്യമുള്ളത് എന്തുവാ? വിശപ്പ്, അല്ലെങ്കിൽ മറ്റ് ശരീരത്തിലെ ചില അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ, അതിനുവേണ്ടി അവരെന്തും ചെയ്യും. അതല്ല പ്രധാനം. ഒരു ദൈവപൈതൃക സമയത്തോളം അവൻ്റെ ശരീരത്തിന് വേണ്ടി ജാഗരിക്കുകയും ശരീരത്തിൻ്റെ ആവശ്യങ്ങളാണ് പരമപ്രധാനം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന മനസ്സിന് എന്തു പറ്റി? അവസാനം അതാ ഈ ജഡം എന്ന് പറയുന്നത്. ജഡം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ശരീരമാണെന്ന് വിചാരിക്കരുത്. ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് ചിന്തിക്കത്തക്കവണ്ണം ഉള്ള ഒരു മനോഭാവം. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവന സമാനം. അപ്പം ചിന്ത ആണെന്ന് ഓർക്കണം, അല്ലാതെ അത് ജഡമല്ല. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഈ അനുഭവത്തിൽ എന്തുണ്ടാവണം? വ്യത്യാസം ഉണ്ടാവണം, വ്യതിയാനം ഉണ്ടാവണം. നമുക്കറിയാമല്ലോ, പല ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു അനുഭവത്തിന് വ്യത്യാസം വരണം. അതാണ് ഹൃദയപരിച്ഛേദന അനുഭവം എന്ന് പറയുന്നത്. നിങ്ങൾ ജഡശരീരത്തെ ഉരിഞ്ഞു കളഞ്ഞതിനാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. നിങ്ങൾ ഈ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ, ഈ പുതുമനുഷ്യൻ്റെ അനുഭവം വരാൻ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ വസിക്കണം. ക്രിസ്തുവിൽ നമ്മൾ വസിച്ചാൽ മാത്രം മതി. അവൻ്റെ കൂട്ടായ്മയിൽ നമ്മുടെ പഴയ മനുഷ്യനെ മരിച്ചവനായിട്ട് നമ്മൾ എണ്ണുമ്പോൾ പുതിയ മനുഷ്യൻ നമ്മളിൽ നിന്ന് എന്ത് ചെയ്യും? മുന്നോട്ട് വരാനായിട്ട് ഇടയായിട്ട്. തൊട്ട് താഴെ നമ്മൾ വായിക്കുമ്പം പല പ്രായോഗിക കാര്യങ്ങളും അവിടെ എഴുതപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓരോരുത്തൻ താന്താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ, തമ്മിൽ അവയവങ്ങളല്ലോ, കോപിച്ചാൽ പാപം ചെയ്യാതെ. നമുക്കറിയാമല്ലോ, കോപിക്കുകയും നമ്മുടെ 30-ാം വാക്യത്തിൽ വായിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം ഉണ്ടായിരിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ ആ അനുഭവം പകരപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ പുതിയ സൃഷ്ടിയുടെ അനുഭവം വെളിപ്പെട്ട് വരേണ്ടത് നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയൊക്കെ ഇത് പുറപ്പെട്ട് വരേണ്ടത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളിലൂടെ വെളിപ്പെടാൻ കഴിയാതെ വണ്ണമുള്ള ഞെരുക്കമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിലൂടെ പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. പുതിയ സൃഷ്ടിയുടെ അനുഭവം പ്രകടിപ്പിക്കാൻ കഴിയാതെ വരും. പ്രവർത്തിക്കേണ്ട സമയം വരുമ്പോൾ പിന്നെയും പഴയ സ്വഭാവമാണ് പുറപ്പെട്ട് വരുന്നതെങ്കിൽ നമ്മളിൽ എന്തുണ്ടാവും? പുതിയ സൃഷ്ടിയുടെ അനുഭവം ഉള്ളിൽ തന്നെ ഇരിക്കും. പ്രധാനമായിട്ട് അവിടെ പറഞ്ഞേക്കുക, നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിലൂടെ അറിയാം ഏറ്റവും പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത് നമ്മുടെ വർത്തമാനത്തിലൂടെ. ഒരു പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിൽ എനർജി, സയൻസ് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എനർജി കൂടുതൽ 25% കണ്ണിൽ കൂടെ പോകുന്നതെന്നാണ് പറയുന്നത്. ഈ തിന്നുന്നതിൻ്റെ 25% ഏതിൽ കൂടെ പോകുന്നത്? കണ്ണിൽ കൂടെ, നോട്ടത്തിലൂടെ പോവുക. കണ്ണടച്ച് വെച്ചാൽ തന്നെ പകുതി ക്ഷീണം കുറയും. പിന്നെ ബാക്കി നമ്മുടെ വർത്തമാനം അതിലൂടെ ഒക്കെ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആത്മീയ ശക്തിയുടെ ഒരു വലിയ പെർസെൻറ്റേജ് ഇതിലേക്കൂടാ പോകുന്നത്, വായിക്കൂടാ. അനാവശ്യമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന വായിക്കൂടാ. പരിശുദ്ധാത്മാവ് കൂടുതൽ ദുഃഖിക്കാൻ ഇടയായിത്തീരുന്നത് നമ്മുടെ ദൈവകൃപയിലല്ലാത്ത നമ്മുടെ വർത്തമാനങ്ങളിലൂടെ, പരിജ്ഞാനമില്ലാത്ത വചനപ്രകാരമല്ലാത്ത നമ്മുടെ നാവിൻ്റെ യൂസേജിലൂടെ നമ്മുടെ പലതും എന്ത് ചെയ്യുന്നത്? നഷ്ടപ്പെട്ടു പോകുന്നത്. ബാക്കി കോപത്തിലൂടെ, ക്രോധത്തിലൂടെ, നമുക്കറിയാമല്ലോ, മറ്റ് അവയവങ്ങളിലൂടെയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ നാക്കിനെ നമുക്കറിയാം, യാക്കോബിൻ്റെ ലേഖനത്തിന് നാക്കിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അവൻ ആരായി തീർന്നു? പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ അതെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. ഇങ്ങനെ ദുഃഖമുണ്ടെന്ന് പോലും പലർക്കും അറിയില്ല. ആര് ദുഃഖിക്കുന്നു? ഞാൻ എൻ്റെ ഇഷ്ടം പോലെ അങ്ങ് ജീവിച്ചു പോയി, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിലൊക്കെ നിറഞ്ഞ് പോവുക. മാത്രം ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാനിടയായി തീർന്നിട്ടില്ല, പരിശുദ്ധാത്മാവിൻ്റെ ഹിതം അറിയാനിടയായി തീർന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പരിശുദ്ധാത്മാവിന് ഇങ്ങനെ ഒരു ഹിതം ഉണ്ടെന്ന് പോലും അറിയത്തില്ല. പരിശുദ്ധാത്മാവ് ദുഃഖിച്ച് എന്ത് ചെയ്യുക? അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിനായിട്ട് നിങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? നിന്നെ രൂപാന്തരപ്പെടുത്തി നിന്നെ ക്രിസ്തുവിനെ പോലെ ആക്കി ആ ദിവസത്തേക്ക് ദൈവത്തിൻ്റെ മുന്നിൽ കറയും ചുളുക്കവും ഇല്ലാതെ നിന്നെ തന്നെ നിർത്തേണ്ട ഉത്തരവാദിത്തം എടുത്ത പരിശുദ്ധാത്മാവ്, ആ ഉത്തരവാദിത്വം ദൈവസന്നിധിയിൽ ഏറ്റെടുത്ത പരിശുദ്ധാത്മാവ് നിന്നെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുക. അന്ന് നീയും അവിടുന്ന് വെളിപ്പെടുന്ന സമയത്ത് നീയും എന്ത് ചെയ്യും? ദുഃഖിക്കും. അല്ലേ?
ആ ആ ആ ഞങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇവിടെ. അവിടെ ഈ സഭയിൽ വെളിപ്പെടുന്ന പല ആലോചനകൾക്കും എന്തുണ്ട്, ഒരു യൂണിഫോമിറ്റി ഉണ്ട്. ഇവിടെ നമ്മളിത് പറയുമ്പോൾ ഇത് തന്നെ ആയിരിക്കും വേറെ ചിലയിടത്തും അതേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നമുക്ക് കേൾക്കാം. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ, വിശേഷം നമ്മുടെ വർത്തമാനത്തിലും നമ്മുടെ ഇടപാടുകളിലും കോപത്തിലും. നമുക്കറിയാമല്ലോ, കോപം നമ്മളെ എത്രമാത്രം കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ്. ഇന്നും അവസരം കിട്ടിയാൽ അത് നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അടുത്ത പ്രാവശ്യം അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ചിന്തിക്കാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും.